DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 7 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 22 ക്യാരറ്റ് 1 പവൻ സ്വർണത്തിന് 75 രൂപ കുറഞ്ഞ് വില 1,09,880 രൂപയായി. 1 ഗ്രാമിന് ഇന്ന് 13,735 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി സ്വർണ്ണവിലയിൽ ചെറിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണവില 1,09,240 രൂപയാണ്. അടുത്ത അറിയിപ്പ്, ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട് പുതിയ പരിഷ്കാരങ്ങൾ ഏപ്രിൽ 10 മുതൽ പ്രാബല്യത്തിലെത്തുകയാണ്. ഏപ്രിൽ 10 മുതൽ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ നേരിട്ട് പണം സ്വീകരിക്കില്ല. ടോൾ പിരിവിനായി ഫാസ്ടാഗ് തന്നെ പ്രധാന മാർഗമായി തുടരും. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് UPI വഴി പണമടയ്ക്കാം. ടോൾ പ്ലാസകളിലെ തിരക്ക് കുറക്കാനും ഗതാഗതം സുഗമമാക്കാനുമാണ് ഈ നീക്കം. അടുത്ത അറിയിപ്പ്, ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒന്നിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും വിതരണം പാളിയിരിക്കുകയാണ്. റേഷൻ കടകളിലെ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇപോസ് സംവിധാനത്തിൽ വിവരങ്ങൾ കൃത്യമാവാഞ്ഞതാണ് കുഴപ്പമായത്. ഹൈദരാബാദിലെ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിനാണ് വിവരങ്ങൾ ക്രമീകരിക്കാനുള്ള ചുമതല. വിതരണം ചെയ്യാനുള്ള പച്ചരി, പുഴുക്കലരി, മട്ട അരി, ഗോതമ്പ്, ആട്ട പാക്കറ്റ് എന്നിവയുടെ അളവ് യന്ത്രത്തിൽ പല സമയത്ത് പലതരത്തിൽ കാണിച്ചത് മൂലം സ്റ്റോക്കുണ്ടെങ്കിലും സാധനങ്ങൾ വിതരണം നടത്താനാകില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. ശനിയാഴ്ചയാണ് സംസ്ഥാനത്താകെ 2 മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത്. ഞായറാഴ്ച അവധിക്ക് ശേഷം ഇന്നലെ കടകൾ തുറന്നപ്പോഴും സ്ഥിതിക്ക് മാറ്റമില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് ഭക്ഷ്യക്ഷാമം ഒഴിവാക്കാനാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരം റേഷൻ ഒന്നിച്ച് നൽകാൻ തീരുമാനിച്ചത്. അടുത്ത അറിയിപ്പ്, കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. പ്രധാനമായും ഇപ്പോൾ ധനസഹായം വിതരണം ചെയ്യുന്നത് ആധാർ അധിഷ്ഠിതമായാണ്. അതിനാൽ കർഷകരുടെ ബാങ്ക് അക്കൗണ്ട് ആധാരമായി നിർബന്ധമായും സീഡ് ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകില്ല. അതോടൊപ്പം EKYC കൃത്യമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. മുൻപ് ചെയ്തവർ പോലും ചിലപ്പോൾ ReKYC ചെയ്യേണ്ടി വന്നേക്കാം. ഇതിനായി SMS അലേർട്ടുകൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം അനർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള കർശന നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. പ്രതിമാസം 10,000 രൂപയോ അതിലധികമോ പെൻഷൻ വാങ്ങുന്നവർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങിയ പ്രൊഫഷണൽ ജോലിയുള്ളവർ എന്നിവർ ഈ പദ്ധതിക്ക് അർഹരല്ല. കൂടാതെ ഒരു കുടുംബത്തിലെ ഒന്നിലധികം പേർ ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം ആളുകളിൽ നിന്ന് തുക തിരിച്ചുപിടിക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തരം സാഹചര്യങ്ങളിൽ അനർഹർക്ക് തുക സറണ്ടർ ചെയ്യാനുള്ള സംവിധാനവും വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കാൻ അർഹരായ കർഷകർ ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടുത്ത അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഏപ്രിൽ മാസ 1,000 രൂപ ഈ ആഴ്ച വിതരണം ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ എത്തുന്നത്. ഏപ്രിൽ 9 ഇലക്ഷൻ നടക്കുന്നതിനാൽ അതിനു മുൻപായി തുക എത്തുമെന്ന റിപ്പോർട്ടുകളൊക്കെ എത്തുന്നുണ്ട്. നിലവിൽ ലഭിച്ച ഏകദേശം 18 ലക്ഷം അപേക്ഷകളിൽ 81,000-ഓളം അപേക്ഷകൾ വിവിധ കാരണങ്ങളാൽ മടക്കിയതായും റിപ്പോർട്ടുണ്ട്. അപേക്ഷകർക്ക് സേവന പെൻഷൻ വെബ്സൈറ്റ് വഴി ആധാർ നമ്പറോ പെൻഷനർ IDയോ ഉപയോഗിച്ച് തങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. അപേക്ഷകൾ മടക്കിയവർ അവ തിരുത്തി റീസബ്മിറ്റ് ചെയ്താൽ മാത്രമേ പെൻഷൻ തുക അനുവദിക്കുകയുള്ളൂ. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടെങ്കിലും നിലവിൽ നൽകിവരുന്ന ഇത്തരം പെൻഷൻ വിതരണങ്ങളെ അത് ബാധിക്കില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.